ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1800. ഇന്ന് ഡിസംബർ മാസം 4-ാം തീയതി, 339-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുമസിന്റെ ഒരു ഓർമ്മയിലാണ് ഡിസംബറിന്റെ ഓരോ ദിനങ്ങളും. ഒരു യേശു അനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക, സുരക്ഷിതമായി കരുതുക. പൗലോസ് അപ്പോസ്തലന്റെ നല്ലൊരു ഓർമ്മപ്പെടുത്തൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. ആ സഭയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയതാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് പൗലോസിന്റെ അവചനം. ആദ്യ അധ്യായത്തിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അല്പം പോലും ഒരു സംശയത്തിന് ഇടം കൊടുക്കാത്ത വിധത്തില് ഉറപ്പോടും വ്യക്തതയോടും കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉള്ളിലുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇനി നമ്മളോട് ചോദിക്കേണ്ടതും തിരയേണ്ടതും അന്വേഷിക്കേണ്ടതും എന്താണെന്നറിയാം. ഈ ഉള്ളിലുള്ള ക്രിസ്തുവിന് അനുരൂപമായ, അനുയോജ്യമായ, ചേർന്നു പോകുന്ന ഒരു ജീവിത രീതിയുണ്ട്, നിലപാടുകളുണ്ട്. അത്തരമൊരു നിലവാരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ക്രിസ്മസിലേക്ക് നടന്നെത്തുന്ന ഡിസംബറിന്റെ ഓരോ ദിനങ്ങളും ഇത്തരം ചില കാര്യങ്ങളിൽ കുറെ കൂടി ഉറപ്പും വ്യക്തതയും വരുത്തിയും മതിയാവും. എത്ര ഹൃദ്യമാണ് ആ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്തു ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള യേശുവിന് അനുയോജ്യമായ വിധത്തിലുള്ള വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്കും അനുയോജ്യമായ വിധത്തിൽ എങ്ങനെയാണ് ഉള്ളിലുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഒരമ്മ ഒരുങ്ങുന്നത്, ഉണരുന്നത്, അതുപോലെ ആവണ്ടേ നമ്മൾ ഓരോരുത്തരും. ഗർഭവതികളായ സ്ത്രീകൾക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്തിച്ചേരണം, നിൽക്കണം, മാറി നിൽക്കണം. അത്തരമൊരു ചില നിഷ്കർഷകളിലൂടെ തന്നെയാണ്, ചില നിബന്ധനകളിലൂടെ തന്നെയാണ് ഓരോ അമ്മമാരും തങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ വഹിച്ച് ജീവിച്ച് പോരുന്നത്. അത് വെറും ഒരു ഏതാണ്ട് 9 മാസക്കാലത്തെ ഒരു പരിശീലനമോ അനുശീലനമോ അല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ അത്തരം ചില വരച്ച വരകളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും. കാരണം ഉള്ളിലുള്ള ക്രിസ്തു അത്രത്തോളം മൂല്യമുള്ളതും വിലപ്പെട്ടതുമാണ്. ഈ ആണ്ടില് നല്ലൊരു ക്രിസ്മസിന്റെ അനുഭവത്തിലേക്ക് എത്താനായിട്ട് ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ഒന്ന് അഴിച്ചു പണിയാം, കുറെ കൂടി അഴകുള്ളതാക്കാം, വൃത്തിയുള്ളതാക്കാം. എല്ലാത്തിനും അപ്പുറത്തെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ: ക്രിസ്തുവിന് അനുയോജ്യമായ വിധത്തില് ഒരു ജീവിതത്തിന്റെ സാധ്യതയെ നമുക്ക് ആത്മാർത്ഥമായി തേടാം. പതിയെ പതിയെ അല്പമായി നമ്മുടെ ഈ ചെറു ജീവിതത്തിന്റെ ബാക്കി നാളുകളിലും താളുകളിലും അവയൊന്ന് വരച്ചു ചേർക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.